കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇന്ത്യൻ ഓഹരി വിപണി കുത്തനെ താഴുകയാണ്. വിദേശ ഫണ്ടുകളുടെ വിൽപ്പനയ്ക്ക് ഒരു ശമനം ഇല്ലാത്തതിനാൽ ഈ വർഷം മുഴുവൻ ഇനിയും താഴ്ച മാത്രമായിരിക്കുമോ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഉണ്ടാകുക എന്ന് പേടിക്കുന്നവരും ഉണ്ട്. അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ പുതിയതായി വന്ന നിക്ഷേപകരാണ്. പഴയ നിക്ഷേപകർക്ക് മാർക്കറ്റിൻ്റെ സൈക്കിളിങ് അറിയാം. അപ്പോൾ അടുത്ത കാലത്തെ ഉയർച്ചയിൽ നിന്നും ഇന്ത്യൻ ഓഹരി വിപണി പെട്ടെന്ന് ഇടിഞ്ഞതിനാൽ സ്മോൾ ക്യാപ്പുകളിലും മിഡ് ക്യാപ്പുകളിലും നിക്ഷേപിച്ചവരുടെ പേടി കൂടുതലാണ്. നഷ്ടമാണെങ്കിലും വിറ്റൊഴിഞ്ഞ് പുതിയ ഓഹരികൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ അനേകരാണ് ഒരുങ്ങി നിൽക്കുന്നത്. ഓഹരി വിപണി നഷ്ടം മാത്രമേ തരൂ എന്ന ചിന്തയിൽ ഓഹരി വിപണിയോട് ബൈ ബൈ ടാറ്റ പറയാൻ ഒരുങ്ങുന്ന അനേകം ചെറുകിട നിക്ഷേപകരും നമുക്കിടയിൽ ഉണ്ട്. എന്നാൽ ഓഹരി വിപണിക്ക് എന്നും ഉയർച്ച മാത്രം ഒരേ ദിശയിൽ സഞ്ചരിക്കാനാകുമോ? ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ഈ ഇടിവ് എല്ലാ വർഷവും ഉണ്ടാകുന്നതല്ലേ? അതല്ല വിപണിയെ ശക്തിപ്പെടുത്തുന്നത്. ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളുടെ ഡാറ്റ നമുക്ക് പരിശോധിച്ചാൽ 1980 മുതൽ 2024 വരെയുള്ള സെൻസെക്സ് കണക്കുകൾ നോക്കിയാൽ എല്ലാ വർഷവും 10 മുതൽ 20% വരെ ഇടിഞ്ഞതായി കാണാം. 40 വർഷത്തിനുള്ളിൽ വെറും 4 പ്രാവശ്യം മാത്രമേ 10% താഴെ ഇടിവ് ഉണ്ടായിട്ടുള്ളൂ. 1992 47% സെൻസെക്സ് ഇടിഞ്ഞത്. 2001 41% ഇടിഞ്ഞിരുന്നു. 2008 60% സെൻസെക്സ് കൂപ്പുകുത്തിയത്. 2011 26%, 2020 38% ഇടിഞ്ഞിട്ടുള്ളത്. ഈ വർഷം ഇതുവരെ 10% ആണ് ഇടിഞ്ഞിരിക്കുന്നത്. ഓരോ വർഷവും എത്ര ശതമാനം ഇടിഞ്ഞെന്നു നമുക്ക് നോക്കിയാൽ മാർക്കറ്റ് ഇത്രയും ഇടിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഓഹരി വാങ്ങണോ വിൽക്കണോ എന്ന് ചോദിക്കുന്നവരോട്, അതായത് നിലവിൽ ഓഹരികൾ നഷ്ടത്തിൽ ഉള്ളവരോട് കൊടുങ്കാറ്റിൻ്റെ നടുവിൽ തീരുമാനമെടുക്കേണ്ട എന്ന ഉപദേശമാണ് മിക്ക മാർക്കറ്റ് അനലിസ്റ്റുകളും നൽകുന്നത്. എന്നാൽ പുതിയ നിക്ഷേപകരോട് ധൈര്യമായി നിക്ഷേപിക്കാനും വിദഗ്ധർ പറയുന്നു. കാരണം കഴിഞ്ഞ 3 മാസങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ ഓഹരി വിപണി 10% ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം മുതലെടുക്കാം എന്നാണ് വിദഗ്ധരുടെ ഉപദേശം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ തുടരാനും വിദഗ്ധർ ഉപദേശിക്കുന്നു. സ്മോൾ ക്യാപ്പ് ഓഹരികൾ പലരുടെ പോർട്ട്ഫോളിയോയിലും 30 മുതൽ 40% വരെ ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ ഓഹരി വിപണി തിരിച്ചു കയറ്റം തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കയറുന്നതും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ തന്നെയാണ് എന്ന് ഓഹരി രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഓരോ വർഷത്തിലും ഓഹരി വിപണിയുടെ ഇടിവിന് ശേഷം, പ്രത്യേകിച്ച് 10% മുകളിൽ ഇടിഞ്ഞ ശേഷം പിന്നീടുള്ള 12 മാസങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഓഹരി വിപണി 15% മുതൽ 127% വരെ ഉയർന്നതായും കാണാം. ഒരു ബുൾ റണ്ണിന് മുന്നോടിയായി ഇത്തരം ഇടിവുകൾ സാധാരണമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ഓഹരി വിശകലന വിദഗ്ധർ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് താനും.